ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും അയൽ രാജ്യമായ ഉഗാണ്ടയിലും എബോള രോഗവ്യാപനം അതിവേഗം വർദ്ധിക്കുന്നതായി ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. ജൂൺ മാസത്തെ കണക്കുകൾ പ്രകാരം കോങ്കോയിൽ മാത്രം സ്ഥിരീകരിച്ച എബോള കേസുകളുടെ എണ്ണം 515 ഉയർന്നു. രോഗബാധയെ തുടർന്ന് കോങ്കോയിൽ ഇതുവരെ 91 മരണങ്ങളാണ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അയൽ രാജ്യമായ ഉഗാണ്ടയിലേക്കും രോഗം പടർന്നിട്ടുണ്ട്. ഉഗാണ്ടയിൽ ഇതുവരെ 19 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 2 പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇരു രാജ്യങ്ങളിലുമായി ആകെ സ്ഥിരീകരിച്ച കേസുകളുടെ എണ്ണം 534 ആണ്. എന്നാൽ രോഗം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ് നടന്ന മരണങ്ങളെക്കുറിച്ച് ഇപ്പോഴും അന്വേഷണം നടക്കുന്നതിനാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിലും കൂടുതലാകാനാണ് സാധ്യതയെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സാധാരണ എബോള വൈറസ് വകഭേദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ബ്യൂണ്ടിബ്യൂഗോ എന്ന അപൂർവ വകഭേദമാണ് ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്. നിലവിൽ ഈ നിർദ്ദിഷ്ട വകഭേദത്തിനെതിരെ അംഗീകൃത വാക്സിനുകളോ പ്രത്യേക ചികിത്സകളോ ലഭ്യമല്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. രോഗവ്യാപനത്തിന് തീവ്രത കണക്കിലെടുത്ത് ലോകാരോഗ്യ സംഘടന ഇതിനോടകം തന്നെ ഈ എബോള വ്യാപനത്തെ അന്താരാഷ്ട്ര ആശങ്കയുള്ള പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ രോഗനിർണയവും പ്രതിരോധവും ശക്തമാക്കുന്നതിനായി ലോകാരോഗ്യ സംഘടനയും ആഫ്രിക്കൻ DCCയും ചേർന്ന് $518 മില്യൺ അടിയന്തര പ്രതിരോധ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. രോഗബാധിതരുടെ ശരീരസ്രവങ്ങളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ എബോള പടരുന്നത്. അതിർത്തി പ്രദേശങ്ങളിലെ ഉയർന്ന ജനസാന്ദ്രതയും സുരക്ഷാ പ്രശ്നങ്ങളും രോഗബാധിതരെ കണ്ടെത്തുവാനും നിരീക്ഷിക്കാനുമുള്ള വനപാലകരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ശ്രമങ്ങൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്.